ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 6ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ മികച്ച രീതിയിൽ തന്നെ കളക്ഷനും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം മുതലുള്ള കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം. ആദ്യ ദിനം സിനിമ നേടിയത് 1,20,00,000 രൂപയോളമായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. രണ്ടാം ദിവസം ഏകദേശം 80 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ മൂന്നാം ദിവസം സിനിമയ്ക്ക് 90 ലക്ഷം രൂപയും നാലാം ദിവസം 92 ലക്ഷം രൂപയ്ക്ക് മുകളിലും നേടാൻ കഴിഞ്ഞു. മൊത്തം 4 കോടിക്ക് മുകളിലാണ് വെറും 4 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത്. മിക്സഡ് അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് തിങ്കൾ ചൊവ്വ ദിനങ്ങളിലെ കളക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഗണ്യമായ വലിയ ഒരു ഇടിവ് തന്നെ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 951 ഷോകളിൽ നിന്ന് 18,300 മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തുവെന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ തിങ്കളാഴ്ച ലഭിച്ചത് 30 ലക്ഷം രൂപയോളമായിരുന്നു ട്രാക്കിംഗ് മുഖാന്തരം. അതായത് 45-50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് സിനിമയുടെ തിങ്കളാഴ്ച കളക്ഷൻ. സ്വാഭാവികമായിട്ടും നല്ലൊരു ഇടിവ് പ്രതീക്ഷിക്കുന്ന ദിനം തന്നെയാണ് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധൻ അങ്ങനെ തുടങ്ങുന്ന ദിവസങ്ങൾ. ഇന്ന് ചൊവ്വാഴ്ചത്തെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ 475ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 8,500 മുകളിലുള്ള ആളുകൾ കണ്ടു അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതുവരെ 14 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമയ്ക്ക് 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. 622 ഷോകളിൽ നിന്ന് 12,453 ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളതും അതുകൊണ്ട് തന്നെ 19,66,000 രൂപയോളം എത്തി എന്നുള്ളതുമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ. അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് തന്നെയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വരാൻ പോകുന്നത്. 45-50 ലക്ഷം രൂപ തന്നെ സിനിമയ്ക്ക് ഇന്നും ലഭിക്കും എന്നുള്ളതാണ്. അതായത് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4.5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തോടെ ഒരുപക്ഷെ 4,85, 4,90 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് 5 കോടിക്ക് അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ്. മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ പോകുന്നത്. പ്രത്യേകിച്ച് മറ്റ് സിനിമകളൊന്നും തന്നെ ഈ സിനിമയ്ക്ക് ബാധകമായിട്ടുള്ളതില്ല. പിന്നീട് ഒരു നെഗറ്റീവ് റിവ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ വന്നതാണ് സിനിമയ്ക്ക് പ്രശ്നമായിട്ടുള്ളത്. എന്നിരുന്നാലും സുരേഷ് ഗോപി ആരാധകരും അമ്മാതിരി ഉള്ള കോർട്ട് റൂം ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആളുകളുമെല്ലാം ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോശമല്ലാത്ത കളക്ഷനുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയാം എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഒന്ന് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.